ഹായ് ഗൈസ്, സോ വെൽക്കം ടു മൈ വീക്ക്ലി ടെക് റീക്യാപ്പ്. സോ ഒരാഴ്ച നടക്കുന്ന എല്ലാ ടെക് കണ്ടന്റും മേജർ ടെക് ന്യൂസും ജിയോ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ടെക് ആ ഒരു ഫോർമാറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കോളേജ് ചെയ്ത് ഒരു സിംഗിൾ വീഡിയോ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വെച്ചിട്ട് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് എല്ലാ സൺഡേയും പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ വീക്ക്ലി ടെക് റീക്യാപ്പ്. എല്ലാ ആഴ്ചയും ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ് എനിക്കിത് എല്ലാ ആഴ്ചയും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട് വരുന്നത്. ആൻഡ് ഓൾസോ ഞാൻ ഷോർട്ട് ഫോം കണ്ടന്റ്, റീൽസും യൂട്യൂബ് ഷോർട്സ് ഒക്കെ ആയിട്ട് ഇത് പബ്ലിഷ് ചെയ്യും. സോ നിങ്ങൾക്ക് അങ്ങനെയും കോണ്ടന്റ് ചെയ്തത് കാണാം. സോ വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് മൈ വീക്ക്ലി ടെക് റീക്യാപ്പ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളുടെ ആപ്പിൾ ഫാൻ ബോയ്സിന് 2020-2023 സമയത്തേക്ക് വണ്ടി കയറാനുള്ള ഒരു അവസരമാണ്. ബേസിക്കലി മാർക്ക് ഗവൺ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അടുത്ത iOS വെർഷനിൽ സിറിയിൽ ഒരു പുതിയ ഫീച്ചർ വരാൻ പോവാണ്. അപ്പൊ നമ്മൾ അത് പറയണതിന് മുന്നേ നമ്മൾ സിറിന്റെ അടുത്ത് ഇപ്പൊ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം? നമ്മൾ പറയും സെറ്റ് എ ടൈമർ ഫോർ ഇത്ര മണി, അല്ലെങ്കിൽ സെറ്റ് എ കലണ്ടർ റിമൈൻഡർ ഫോർ സച്ച് എൻ ഇവന്റ്. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടല്ലേ ചോദിക്കുക, ഒരെണ്ണം ചെയ്യുന്നു അടുത്ത ചെയ്യുന്നു അങ്ങനെയല്ലേ. പക്ഷെ ഇനി മുതൽ നമുക്ക് ചെയിൻഡ് കമാൻഡ്സ് ആയിട്ട് ചോദിക്കാൻ പറ്റും. ആക്ച്വലി ഇതൊക്കെ ഇപ്പോഴും ഗൂഗിൾ അസിസ്റ്റന്റിലൊക്കെ അവൈലബിൾ ആണ്, പക്ഷെ സിറിയിൽ ഇപ്പോഴേ വരാൻ പോകുള്ളൂ. അപ്പൊ ചെയിൻഡ് കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സെറ്റ് എ ടൈമർ ഫോർ ദിസ് ടൈം ആൻഡ് റിമൈൻഡർ റിമൈൻഡിങ് മീ അബൌട്ട് XYZ ഫോർ ദിസ് ടൈം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഒരു ഒറ്റ കമാൻഡിൽ തന്നെ 2-3 കാര്യങ്ങൾ പറയാം ആൻഡ് സിറി അത് ചെയ്യുമെന്നാണ്. അപ്പൊ നമുക്കറിയാം ദിസ് ഇസ് കമ്മിങ് ആസ് എ പാർട്ട് ഓഫ് ആപ്പിൾ ഇന്റലിജൻസ്. ഇതുവരെ ആപ്പിൾ ഡെലിവർ ചെയ്യാൻ പറ്റാത്ത സാധനം ഡെലിവർ ചെയ്യും എന്ന് പറയുന്ന ഈ ജൂൺ iOS കോൺഫറൻസിനൊപ്പം തന്നെ ഈ സിറിയുടെ ഈ പുതിയ ഫീച്ചർ വരുന്നതാണ് പറയുന്നത്. എന്തായാലും കാലം കുറേയായി ആപ്പിൾ യൂസേഴ്സിന് സിറി ഒന്നുമില്ലാതിരിക്കുന്നു. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് വണ്ടി കയറും ഒരു 2025-2023 കാലഘട്ടത്തിൽ എന്ന് വിചാരിക്കാം. അടുത്തതായി നമുക്ക് ആപ്പിളിൽ നേരെ മൈക്രോസോഫ്റ്റിലേക്ക് വണ്ടി പിടിക്കാം. കാരണം മൈക്രോസോഫ്റ്റ് ഇപ്പോൾ കാര്യമായിട്ടുള്ള ഒരു കുറ്റസമ്മതി എടുത്ത് നടത്തിയിരുന്നു. അവര് വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ യൂസർ എക്സ്പീരിയൻസ് വളരെ മോശമാണ്. എസ്പെഷ്യലി മാകോയ്സ് ലിനക്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിദരിദ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് വിൻഡോസ് ഫയൽ എക്സ്പ്ലോററോ അല്ലെങ്കിൽ വിൻഡോസ് കോപ്പൈലറ്റ് പോലത്തെ സാധനങ്ങൾ, കോപ്പൈലറ്റ് ഓൾറെഡി വേസ്റ്റ് ആണ്, പക്ഷേ ഈ കോർ ഫംഗ്ഷനാലിറ്റി ആയിട്ടുള്ള ഫയൽ എക്സ്പ്ലോറും ഡ്രോപ്പ് ഡൗൺ മെനൂസ് വരെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റെസ്പോൺസീവ് അല്ലാത്ത സിറ്റുവേഷനാണ്. അപ്പൊ മൈക്രോസോഫ്റ്റ് ഈ ഇഷ്യൂസിനൊക്കെ അഡ്രസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് തന്നെ ഫയൽ എക്സ്പ്ലോറർ പോലെയുള്ള സാധനങ്ങൾ ഫാസ്റ്റർ ആക്കും എന്നൊരു കമ്മിറ്റ്മെന്റ് നടത്തിയിരുന്നു. ആൻഡ് അതിന് ഭാഗമായിട്ട് അവരുടെ മെയിൻ ആപ്സ് ആയിട്ടുള്ള കോപ്പൈലറ്റും അതുപോലെ തന്നെ എന്താ പറയുക വിൻഡോസ് ക്ലിപ്പ് ചാം എന്ന് പറഞ്ഞുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, അതിനെയൊക്കെ അവർ നേറ്റീവ് ആയിട്ട് വിൻഡോസ് സോഫ്റ്റ്വെയർ ആക്കി മാറ്റാൻ പോകുക. എന്ന് പറഞ്ഞാൽ ഇവർ ഒറിജിനലി ഇതൊക്കെ വിൻഡോസ് സോഫ്റ്റ്വെയർ വിൻഡോസ് നേറ്റീവ് ആയിട്ട് ബിൽഡ് ചെയ്തിരുന്ന സാധനങ്ങളായിരുന്നു. പക്ഷെ പ്രോഗ്രസീവ് വെബ് ആപ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ഇതിനൊക്കെ വെബ് ആപ്പ് ആക്കി ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റം റിസോഴ്സസ് പോലെ റാം പോലെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് വിൻഡോസ് ആപ്സ് കൺസ്യൂം ചെയ്യും. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരുപാട് ആപ്സ് തുറക്കുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം പെട്ടെന്ന് സ്ലോ ആവുന്നത്. കാരണം ആ ആപ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത് നേറ്റീവ് ആയിട്ട് വിൻഡോസിനെ സപ്പോർട്ട് ചെയ്യാനും വിൻഡോസിന് എന്താ പറയാ അതിന്റെ ആ ഒരു സ്മൂത്ത്നെസ് കൊണ്ടുവരാൻ വേണ്ടി അല്ല അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് ബിൽഡ് ചെയ്യുന്നത് വെബ് ആപ്സ് ആയിട്ടാണ്. ആൻഡ് ഈ വെബ് ആപ്സ് യൂണിവേഴ്സലാണ്. അതുകൊണ്ട് തന്നെ വിൻഡോസിൽ മാക്സിമം എഫിഷ്യൻസി അതിന് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ മൈക്രോസോഫ്റ്റ് ഇപ്പൊ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അവർ പ്രോഗ്രസീവ് വെബ് ആപ്സിന് കുറെ ആപ്സിനെ മൂവ് ചെയ്ത് നേറ്റീവ് വിൻഡോസ് ആപ്സ് ആക്കി മാറ്റാൻ പോകാമെന്നാണ്. അപ്പൊ ഇതുവരെയുള്ള ഒരുപാട് കമ്മിറ്റ്മെന്റ് മൈക്രോസോഫ്റ്റ് നടത്തിയിട്ടുണ്ട്. അവസാനം കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കഴിഞ്ഞില്ല, മൈക്രോസോഫ്റ്റ് പ്രശ്നം കഴിഞ്ഞില്ല. സോ ഈ ആഴ്ചയാണ് നാസയുടെ ആർട്ടമിസ് 2 മിഷൻ ലോഞ്ച് ചെയ്തത്. നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു വിശ്വസിക്കുന്നു. ബേസിക്കലി എർത്തിൽ നിന്ന് ആസ്ട്രോണോട്സിനെ മൂൺ വഴി ഓർബിറ്റ് ചെയ്ത് തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന മിഷനാണ്. അപ്പോളോ മിഷൻസ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മിഷൻ നടക്കുന്നത്. സോ അത്രയും വലിയൊരു മിഷനിൽ ഈ ആസ്ട്രോണോട്സ് അവരുടെ ഇനീഷ്യൽ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞിട്ട് സ്പേസിൽ എത്തി കഴിഞ്ഞിട്ട് അവർ നോട്ടീസ് ചെയ്യാണ് അവരുടെ മറ്റേ എന്താ പറയുക അവരുടെ സാറ്റലൈറ്റിലെ ഉള്ളിലത്തെ ഡിവൈസിൽ ഔട്ട്ലുക്ക് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അവർ ഉപയോഗിക്കുന്നത് സർഫസ് പ്രോ എന്തോന്ന് തോന്നുന്നു. അപ്പൊ അവിടെ അവർക്ക് ഔട്ട്ലുക്ക് ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവസാനം അവർ ഭൂമിയിൽ നിന്ന് ടെക് സപ്പോർട്ടിനെ കോണ്ടാക്ട് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കും, മനുഷ്യന്മാരെ ചന്ദ്രനിൽ എത്തിക്കുന്ന മിഷനിൽ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ഫെയിൽ ആയില്ല. അത് കാരണം ഞാൻ ക്രാഷ് ആയി കഴിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എന്തായാലും ഔട്ട്ലുക്ക് ഫെയിൽ ആയോടെ ഇന്റർനെറ്റ് ഫുൾ ഇതിനെ പറ്റിയുള്ള മീംസ് ആയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീജൻസ് ആർ മോർ ഡിപ്പെൻഡബിൾ ദാൻ ഔട്ട്ലുക്ക് എന്നാണ് ആൾക്കാർ പറയുന്നത്. എന്തിനാണ് നാസ ഔട്ട്ലുക്കും ടീംസ് ഒക്കെ ഉപയോഗിക്കുന്നത് ആൻഡ് യൂസിങ് ദാറ്റ് ഇസ് എ വൈൽഡ് കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എൻറ്റയർലി ഒരു മീം ഫെസ്റ്റ് ആയി മാറിയിരിക്കുന്നു ഈ ഒരു സംഭവം. സോ യാ, ഓക്കെ, നെക്സ്റ്റ് കോടീശ്വരന്മാരെ കുസൃതികൾ, അല്ലാതെ എന്താ ഇതിനൊക്കെ പറയാം. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും ഗൂഗിളിലെ CEO ആയിട്ടുള്ള അല്ലെങ്കിൽ ഗൂഗിളിലെ ഫൗണ്ടർ ആയിട്ടുള്ള സെർജെ ബ്രിനെ അറിയാം. ഓക്കെ, സെർജെ ബ്രിനും ലാജി പേജും കൂടിയിട്ടാണ് ഗൂഗിളിലെ ഫൗണ്ടേഴ്സ് ആയിരുന്നത്. ആൻഡ് അവരെ പറ്റി നമ്മൾ കുറെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അവർ മറ്റേ PhD ആൾക്കാരായിരുന്നു, ലോകത്തെ ബെറ്റർ പ്ലേസ് ആക്കാൻ ഇന്റർനെറ്റിനെ ബെറ്റർ ഏരിയ ഒക്കെ ആക്കാൻ വേണ്ടി അവർ കുറെ വർക്ക് ചെയ്തു, ഒരു ഗൂഗിളിലെ ബിൽഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ബേസിക്കലി സെർജെ ബ്രിൻ ഒരു $45 മില്യൺ ഇൻ ടോട്ടൽ, ഓക്കെ, ഒരു അതിനെക്കാട്ടും കുറവായിട്ടുള്ള ഒരു തുകയാണ് ഇപ്പോൾ ഡൊണേറ്റ് ചെയ്തത്. പക്ഷേ ഇൻ ടോട്ടൽ $45 മില്യൺ കാലിഫോർണിയയിലെ ഒരു ഓർഗനൈസേഷന് വേണ്ടി
ഡൊണേറ്റ് ചെയ്തു. സോ എന്തിനായിരുന്നു ഈ ഡൊണേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിഫോർണിയയിൽ വേറൊരു ഓർഗനൈസേഷൻ വൺ ടൈം ബില്യണേഴ്സ് ടാക്സ് എന്ന് പറഞ്ഞുള്ള ഒരു സാധനത്തിന് വേണ്ടി അവർ കുറെ കാലമായിട്ട് അതിന് വേണ്ടി സമരം ചെയ്യുന്ന പരിപാടിയൊക്കെയാണ്. ഓക്കെ, സോ ഈ ഒരു മൂവ്മെന്റിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് സെർജി ബ്രിൻ ഇൻ ടോട്ടൽ $45 million ഇപ്പോൾ ആ ഒരു ഓർഗനൈസേഷന് ഡൊണേറ്റ് ചെയ്തത്. അപ്പോൾ ബേസിക്കലി ബില്യണേഴ്സ് ടാക്സ് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു വൺ ടൈം എമൗണ്ട് ആയിട്ട് ഒരു 5% ഓഫ് നെറ്റ് വർത്തിനെ ബില്യണേഴ്സിന് ടാക്സ് ആയിട്ട് പറയുന്നു. ആൻഡ് ഈ എമൗണ്ടിനെ ഇവര് എന്ത് പറയുന്നു, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഹോൾ മൂവ്മെന്റ്. ആൻഡ് ഇതിനെ എതിർക്കാൻ വേണ്ടി സെർജി ബ്രിൻ $45 million ഇതുവരെ ഇൻ ടോട്ടൽ അവര് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ കാലിഫോർണിയ ബില്യണേഴ്സ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐഡിയയില് കാലിഫോർണിയൻ റെസിഡൻസ് ആയിട്ടുള്ള ബില്യണേഴ്സിനാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നത്. പക്ഷെ ഇത് പേടിച്ചിട്ട് ഈ സെർജി ബ്രിനും വേറെ ആൾക്കാരുണ്ട്, എറിക് സ്മിത്ത് ഒക്കെ ഉണ്ട്, ഗൂഗിളിലെ പഴയ CEO, ഇവരൊക്കെ കാലിഫോർണിയയിൽ നിന്ന് മൂവ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വീടൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ സെറ്റിലായി. എന്നിട്ട് പുറത്തു നിന്നാണ് അവർ ഈ എമൗണ്ട് കൊടുത്തിട്ട് ഈ ഒരു മൂവ്മെന്റിനെ തടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ മൂവ്മെന്റിനെ തടുക്കുന്നതിന് പകരം ഈ കാശ് ഈ പറയുന്ന കോസ്റ്റിന് ഇവർക്ക് കൊടുത്താൽ പിന്നെയും എന്തെങ്കിലും ഒക്കെ ഉപയോഗം ഉണ്ടായേനെ. നമുക്കറിയാം ബില്യണേഴ്സ് ടാക്സിനൊക്കെ പല പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോടീശ്വരന്മാരൊക്കെ സ്ഥലം വിട്ട് പോകും എന്ന് പറഞ്ഞാലും പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിനും എഡ്യൂക്കേഷനും വേണ്ടിയിട്ടുള്ള ഒരു സാധനത്തിന് അങ്ങോട്ട് കാശ് കൊടുത്ത് എതിർക്കുന്നതിന് പകരം ആ ഒരു എമൗണ്ടിനെ വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതാണ് കോടീശ്വരന്മാരുടെ കുസൃതികൾ. സോ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു, ഓപ്പൺ എയുടെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സ്റ്റോക്ക് സെക്കൻഡറി മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ആ ഷെയർ വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വിൽക്കുമ്പോൾ അവർക്ക് ബയേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ ദിസ് ഇസ് എ വെരി സീരിയസ് തിങ്. കാരണം ഓപ്പൺ എ പോലെയുള്ള കമ്പനിയുടെ ഷെയർസ് മാർക്കറ്റിൽ ഡിമാൻഡ് കാര്യമായി ഇടിഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. സോ ബേസിക്കലി ഇൻവെസ്റ്റേഴ്സ് മൈൻഡ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓപ്പൺ എയിൽ നിന്ന് ഷെയർ ഒക്കെ വിറ്റ് ആന്ത്രോപ്പിക്കിലേക്കും ഇപ്പൊ അതുപോലെ തന്നെ സ്പേസ് എക്സിന്റെ IPOയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യം. കാരണം ഓപ്പൺ എയിൽ അവർ കാര്യമായിട്ടുള്ള ഗ്രോത്ത് കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എ ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് എന്ന് പറഞ്ഞുള്ള സാധനമായിട്ട് കാണുന്നത്. ആൻഡ് അത്രയും റിസ്ക് എടുക്കാൻ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമില്ല. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ആന്ത്രോപ്പിക്കും സ്പേസ് എക്സും വളരെ ലോവർ എമൗണ്ട് ഓഫ് റിസ്കിൽ ഹൈ എമൗണ്ട് ഓഫ് റിവാർഡ്സ് തരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ആൻഡ് സ്റ്റേയിങ് ഇൻ ദി ഓപ്പൺ എ ലൈൻ സെൽഫ് ഈ അടുത്ത് തന്നെ ഡാരിയോ അമോഡി, ആന്ത്രോപ്പിക്കിന്റെ ഫൗണ്ടറാണ്, ക്ലോഡ് പോലെയുള്ള മോഡൽസ് റിലീസ് ചെയ്ത ആന്ത്രോപ്പിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫൗണ്ടറാണ് ഡാരിയോ അമോഡി. അദ്ദേഹം പണ്ട് ഓപ്പൺ എയിലത്തെ ഒരാളായിരുന്നു, ഓപ്പൺ എയുടെ ഒരു ഫൗണ്ടിങ് ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഇങ്ങനെ ഒരുപാട് റിസർച്ചേഴ്സ് ഓപ്പൺ എയുടെ ഫൗണ്ടിങ് ടീമിൽ ഉണ്ടായിരുന്നു. ആൻഡ് അവർ പലരും ഈ കമ്പനി വിട്ടിട്ട് വേറെ കമ്പനീസ് ഫൗണ്ട് ചെയ്തു. ആൻഡ് അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ കമ്പനീസ് ആണ് ആന്ത്രോപ്പിക്. ആൻഡ് ആന്ത്രോപ്പിക്കിന്റെ ഫൗണ്ടറാണ് ഡാരിയോ അമോഡി. സോ ഈ അടുത്തൊരു വാർത്ത വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഓപ്പൺ എയും ഡാരിയോ അമോഡി, ഓപ്പൺ എ CEO ഇപ്പോൾ ആയിട്ടുള്ള സാം ഓൾട്ട്മൻ, കൂടെയുള്ള ഗ്രെഗ് ബ്രോക്ക്മൻ, ഇലിയ ക്രിസ്റ്റോഫർ, ഡാരിയോ അമോഡി പോലെയുള്ള വലിയ ആൾക്കാർ തമ്മിൽ പണ്ടുണ്ടായ കുറെ പ്രശ്നങ്ങൾ. സോ ഇത് ഭയങ്കര രസകരമാണ് വായിക്കാൻ. അതിലൊരു മെയിൻ സംഭവം ഞാൻ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഭവമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ തമ്മിലൊക്കെ ഭയങ്കര അടിയായിരുന്നു. അവർ ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് ഇലോൺ മസ്ക് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സോ ഇലോൺ മസ്ക് ആയിരുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ ഫണ്ട് ചെയ്തത്. സോ ഇവരൊക്കെ എല്ലാവരും തമ്മിൽ അന്ന് ആശയപരമായി ഭയങ്കര അടി നടക്കുന്ന സമയമാണ്. ഒരാൾക്ക് ഒരു കാര്യം വേണം, മറ്റൊരാൾക്ക് വേറെ കാര്യം വേണം. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ് ആയ ഇന്നത്തെ ഓപ്പൺ എയുടെ ലീഡർഷിപ്പിലുള്ള ഗ്രെഗ് ബ്രോക്ക്മൻ അന്ന് പ്രപ്പോസ് ചെയ്തു ഓപ്പൺ എയിൽ ഭയങ്കര വലിയ അഡ്വാൻസ്മെന്റ്സ് നടക്കുന്ന ദിവസം. ഈ സംഭവം ഉണ്ടാകുന്നത് ChatGPTക്ക് മുന്നെയാണ്. സോ ഇത്രയും വലിയ ഒരു അഡ്വാൻസ്മെന്റ്സ് ഈ ഓപ്പൺ എ കണ്ടുപിടിക്കുന്ന സമയത്ത് അവർ ചൈന, റഷ്യ പോലുള്ള ഫോറിൻ രാജ്യങ്ങൾക്ക് ഇത് വിറ്റ് കാശാക്കണം എന്ന് പറഞ്ഞിട്ട് അവർ അന്നൊരു സംഭവം ഇറക്കി. സോ ഓപ്പൺ എ എന്ന് പറഞ്ഞ കമ്പനി കണ്ടുപിടിച്ച് തന്നെ എനെ ഓപ്പൺ സോഴ്സ് ആക്കിയിട്ട് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞുള്ള ഒരു ഐഡിയോളജിയിലാണ്. അപ്പോഴാണ് ഇപ്പോഴും ഓപ്പൺ എ ലീഡർഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നം വന്നത്. അതിനൊപ്പം തന്നെ ഈ ഡാരിയോ അമോഡയും ഈ ഓപ്പൺ എയുടെ ലീഡർഷിപ്പും തമ്മിലൊക്കെ വമ്പൻ അടിയായിരുന്നു. പുള്ളിക്ക് വേണ്ട ക്രെഡിറ്റ്സ് കിട്ടുന്നില്ല, അങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ അടിയായിട്ടാണ് ഇവരെല്ലാവരും തമ്മിൽ തെറ്റിപ്പിരുന്നത്. പക്ഷെ ഇന്നും ഓപ്പൺ എയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ലീഡർഷിപ്പിലത്തെ ആൾക്കാർക്ക് ഇതുപോലെയുള്ള വളരെ വൃത്തികെട്ട രീതിയിൽ കാശ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റൻഷൻസ് ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. ആൻഡ് ദ ലാസ്റ്റ് തിങ്, ഈ ആഴ്ച നടന്ന ബിഗ്ഗസ്റ്റ് സംഭവം ആക്ച്വലി April 1 നടന്ന, ഞാനൊക്കെ April Fool's prank ആണെന്ന് വിചാരിച്ചത്. പക്ഷെ ആന്ത്രോപ്പിക്കിന്റെ ക്ലോഡ് കോഡ്, എഞ്ചിനീയേഴ്സിനെ പേടി സ്വപ്നമായ ക്ലോഡ് കോഡ് എന്നുള്ള ആ ഒരു കോഡിംഗ് അസിസ്റ്റന്റിന്റെ ഫുൾ സോഴ്സ് കോഡ് ലീക്കായി. സോ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ആന്ത്രോപ്പിക്കിന്റെ ആൾക്കാർ ഒരു അപ്ഡേറ്റ് പുഷ് ചെയ്തായിരുന്നു. പക്ഷെ അപ്ഡേറ്റിന്റെ കൂടെ സോഴ്സ് കോഡ് ഫുൾ ആക്സിഡന്റലി ബണ്ടിലായി. അത് ഇന്റർനെറ്റ് കണ്ടു, അവരെല്ലാം ഡൗൺലോഡ് ചെയ്തു. ഇവര് പുലർച്ചെയാണ് സാധനം പുഷ് ചെയ്തത്. അപ്പൊ ആൾക്കാരെല്ലാം കണ്ട് സ്റ്റാർ ചെയ്ത് ഫോർക്ക് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് ഗിറ്റപ്പിൽ ഭയങ്കര വലിയൊരു റെപ്പോക്കി മാറ്റി ഒക്കെ കഴിഞ്ഞ് ഇവർ എണീറ്റ് നോക്കിയപ്പോഴേക്കും 41,000 ഡൗൺലോഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സാധനം മൊത്തം കയ്യിൽ നിന്ന് പോയിന്നവർക്ക് മനസ്സിലായി. പക്ഷെ ഇതിന്റെ കോമഡി എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുത്തൻ, അപ്പോൾ ബേസിക്കലി ആന്ത്രോപ്പിക് എണീക്കുമ്പോഴേക്കും അവർ കോപ്പിറൈറ്റ് സാധനങ്ങളൊക്കെ ഫയർ ചെയ്ത് മാക്സിമം ഈ ഡാമേജ് കൺട്രോൾ ബോഡിക്ക് കയറി ഇതൊക്കെ
എന്താ പറയുക സ്പ്രെഡ് ഔട്ട് ആവുന്ന നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഒരു പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫുൾ സോഴ്സ് കോഡ് നോക്കി അതിനെ പൈത്തണിലേക്ക് വൈപ്പ് കോഡ് ചെയ്ത് 8 മണിക്കൂറിന്റെ ഉള്ളിൽ എന്നിട്ട് ഒരു ഗിറ്റ് പ്രപ്പ് ആക്കി ഇട്ടു. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കോപ്പിറൈറ്റ് ഫയൽ ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ ഒറിജിനൽ സോഴ്സ് കോഡും ഇത് പൈത്തണുമാണ്. സോ അത് അങ്ങനെ അവർക്ക് ബന്ധം വയ്ക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. പോരാത്തതിന് ആന്ത്രോപ്പിക്ക് തന്നെ ക്ലോഡ് കോഡ് മൊത്തം ബിൽഡ് ചെയ്തത് വൈപ്പ് കോഡിങ് വെച്ചിട്ടാണ്. അതിന് തന്നെ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഇത് സാധനം പുറത്തിറങ്ങിയപ്പോൾ അതിൽ വേറൊരു രസകരമായിട്ടുള്ള കാര്യം കണ്ടത്, പോയിസൺ പിൽസ് എന്ന് പറഞ്ഞിട്ട് ആന്ത്രോപ്പിക്കിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ബേസിക്കലി ക്ലോഡ് കോഡിന്റെ ഔട്ട്പുട്ട് വെച്ച് പല ചൈനീസ് കമ്പനീസിനൊക്കെ അവരുടെ മോഡൽസ് ഇതിന്റെ ഔട്ട്പുട്ട് വെച്ച് ട്രെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ ട്രെയിനിങ്ങിലൂടെ അവർക്ക് ബെറ്റർ മോഡൽസ് ഉണ്ടാക്കാനും പറ്റും, അത് അവർക്ക് മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. ബെറ്റർ ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും വൺ ദാറ്റ് പെർഫോംസ് ഗുഡ് ഇനഫ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പരിപാടിനെയാണ് ഡിസ്റ്റിലേഷൻ ട്രെയിനിങ് എന്നൊക്കെ പറയാം. പക്ഷെ ആന്ത്രോപ്പിക്ക് ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ ക്ലോഡ് കോഡിന്റെ അകത്ത് തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഡിറ്റക്ട് ചെയ്ത് ഈ ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മോഡലിനെ വേറെ രീതിക്ക് പൊട്ട രീതിയിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ സ്ട്രാറ്റജീസ് അതിൻ്റെ ഉള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. അങ്ങനെ അവർ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം ബിൽഡ് ചെയ്തിരിക്കണം. പക്ഷെ ഇതിന്റെ സോഴ്സ് കോഡ് ലീക്കായ ആ ഒരു മിനിറ്റ് തന്നെ എല്ലാവർക്കും എല്ലാ സാധനവും കിട്ടി, എല്ലാവർക്കും മനസ്സിലായി ഇവർ എന്തൊക്കെ സ്ട്രാറ്റജീസിനാണ് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി അത്രയും സ്ട്രാറ്റജി മൊത്തം വേസ്റ്റ് ആയി പോയി. അങ്ങനെ അതിനോടൊപ്പം തന്നെ ഒരു പുള്ളി ഡീസെൻട്രലൈസ് പ്ലാറ്റ്ഫോമിൽ ഈ കോഡ് മൊത്തം ലീക്ക് ചെയ്തു. ഓക്കെ, ഡീസെൻട്രലൈസ് പ്ലാറ്റ്ഫോമിൽ ലീക്ക് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് സ്പ്രെഡ് ഔട്ട് ആയിട്ടാണ് ഈ കോഡ് കിടക്കുക. അപ്പൊ ആന്ത്രോപ്പിക്കിന് എങ്ങനെ നോക്കിയാലും ആ കോഡ് റിട്രീവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ സാധനമാക്കി മാറ്റിയിട്ടുണ്ട്. സോ ഇതായിരുന്നു ഈ ആഴ്ച നടന്ന ഏറ്റവും വലിയ സംഭവം. ഇന്റർനെറ്റ് മൊത്തം ക്ലോഡ് കോഡ് ലീക്ക് ആയതിനു പിന്നാലെ അതിന്റെ ഡ്രാമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ മൊത്തം വൈബായിരുന്നു. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച വീണ്ടും പുതിയ ന്യൂസായിട്ട് ഞാൻ തിരിച്ചു വരാം. സോ സീ യു നെക്സ്റ്റ് വീക്ക്.